സുജ, ഇവിടെ വില്ലേജ് ഓഫീസറെ, അതായത് ഈ മേഖലയിലേക്ക് എത്തിയ വില്ലേജ് ഓഫീസറെ നാട്ടുകാർ ചേർന്ന് തടയുന്ന ദൃശ്യങ്ങളാണ്. ജീപ്പിലെത്തിയ വില്ലേജ് ഓഫീസറെ നാട്ടുകാർ തടഞ്ഞ് പുറകിലേക്ക് മാറ്റുകയാണ്. വലിയ സംഘർഷം. സുജ പാർവതി, ഈ ബെയിലിപ്പാലം കടന്ന് എതിർഭാഗത്തേക്ക് പോകാൻ ഒരുങ്ങിയ വെള്ളരിമല വില്ലേജ് ഓഫീസറെ പ്രദേശവാസികൾ ഇവിടെ തടഞ്ഞ ആ വാഹനം, വില്ലേജ് ഓഫീസറുടെ ജീപ്പ് ചൂരമല ടൗണിലൂടെ പുറകിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. പ്രദേശവാസികൾ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സംഘവും ഒപ്പം NDRFന്റെ സംഘവും ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ ആളുകളെ, തൊഴിലാളികൾ അടക്കമുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് വെള്ളരിമല വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിയത്. വെള്ളരിമല വില്ലേജ് ഓഫീസർ ജീപ്പിലെത്തിയ സമയത്താണ് പ്രദേശവാസികൾ അടക്കമുള്ള ആളുകൾ ആ വാഹനം തടഞ്ഞത്. ആ സമയം തന്നെ പോലീസ് അടക്കമുള്ള ആളുകൾ ഇടപെട്ടാണ് അവിടെ നിന്ന്. ഇപ്പോൾ പ്രദേശവാസികൾ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നാട്ടുകാർ അടക്കമുള്ള ആളുകൾ വില്ലേജ് ഓഫീസിലേക്ക് പോവുകയാണ്. എങ്ങനെ ജീവിക്കും ഞങ്ങള്? കൊല്ലതല്ലത് എന്താ? കാടല്ല, വെള്ളല്ല, ഒന്നുമില്ല. കറണ്ടില്ല, വെള്ളല്ല, 9,000 100 പ്രാവശ്യം കയറി ഇറങ്ങാണ്. എത്ര പ്രാവശ്യം, എത്ര ചാനൽ ഞങ്ങൾ തന്നെ ഒന്നുമില്ല. ഞങ്ങൾക്കൊന്നും തട്ടിലേക്ക് തിരിപ്പിച്ച ഞങ്ങളെ ഇറക്കി വിടാൻ പറയാനുള്ളത്. തഹസിൽദാരടുത്ത് വരാൻ പറയും. ഞങ്ങൾ എത്ര പ്രാവശ്യം സമരത്തിന് പോയാലോ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞേക്കൂലാന്ന്. കൂടുതൽ നാട്ടുകാർ ഇപ്പോൾ സ്ഥലത്തെത്തുകയാണോ ദീപക്? ഇവർ കഴിഞ്ഞ ദുരന്തത്തിൽ പെട്ടുപോയവരുടെ അതിജീവിച്ച മനുഷ്യർ കൂടിയാണോ ഇപ്പോൾ വില്ലേജ് ഓഫീസറെ തടയുന്നത്? സുജ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഫയർഫോഴ്സിന്റെ ഒരു വാഹനം ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ നാട്ടുകാർ ആ വാഹനം തടയുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ കൂടുതൽ ആളുകൾ വില്ലേജ് ഓഫീസറുടെ വാഹനം തടഞ്ഞു. ഈ ഇത്തരത്തിൽ മഴ കനത്ത് പുന്നപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്കുണ്ടായ സമയത്താണ് വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിയത്. അതിനെ തുടർന്നാണ് പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായ ഒരു പ്രതിഷേധമുണ്ടായത്. നേരത്തെ തന്നെ ഈ മഴ കനക്കുന്ന സമയം തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് പ്രദേശവാസികൾക്ക് നൽകണമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. പല സമയങ്ങളിലും വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാറുണ്ട് എന്ന് നേരത്തെ തന്നെ പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. ഈ ദുരന്തബാധിതരായ ആളുകളിൽ പലർക്കും സാമ്പത്തിക സഹായം അടക്കമുള്ള കാര്യങ്ങൾ വില്ലേജ് ഓഫീസർ നിരസിക്കുന്നു എന്നൊക്കെ ആരോപിച്ച് നേരത്തെ വലിയ പ്രതിഷേധമൊക്കെ വില്ലേജ് ഓഫീസിൽ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ കനത്ത മഴയെ തുടർന്ന് പുന്നപ്പുഴയിൽ കുത്തൊഴുക്കുണ്ടായി. ഈ വെള്ളരിമലയുടെ ഒരു താഴ്വാര ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി എന്ന് പ്രദേശവാസികൾ പറയുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടാണ് വില്ലേജ് ഓഫീസർ അടക്കം ആ മേഖലയിലേക്ക് എത്തിയത്. ആ സമയത്താണ് പ്രദേശവാസികൾ വാഹനം തടഞ്ഞത്. വാഹനം തടഞ്ഞ് വില്ലേജ് ഓഫീസറെ തിരികെ മടക്കി അയച്ചു. അതിനിടയിൽ ഫയർഫോഴ്സിന്റെ 2 വാഹനങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങള് മണിക്കൂറുകളായി ഇവിടെ ഇങ്ങനെ പ്രയാസം ഉണ്ടായിട്ട് ഇതുവരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ നാട്ടിൽ ജനങ്ങൾക്ക് ഒരു വിലയില്ലേ? ഞങ്ങള് ഇന്ന് ഒരു അലർട്ട്, ഇത്രയും വലിയ മഴ ഇവിടെ ഉണ്ടായിട്ടും ഒരു അലർട്ട് പോലും കൊടുക്കാൻ ഈ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. കളക്ടർ ബംഗ്ലാവിൽ ഉറങ്ങാനുള്ളതല്ല. ഈ നാട്ടിലെ സാധാരണ ഇവരാണല്ലോ ഈ സാധുക്കൾ 9,000 മുടക്കിയത്. ഞങ്ങൾ നിരന്തരം പറഞ്ഞില്ലേ, ഇങ്ങനെ മഴ പെയ്യുമ്പോ പട്ടിണി കിടക്കാണ്, എങ്ങനെങ്കിലും ഈ 9,000 കൊടുക്കണമെന്ന് ഞങ്ങൾ കാല് പിടിച്ച് പറഞ്ഞില്ലേ ഈ ഉദ്യോഗസ്ഥരോട്. ഇവിടുത്തെ വില്ലേജ് ഓഫീസർ കൊടുത്ത റിപ്പോർട്ടാ, ഇവർക്കൊക്കെ പണിയുണ്ട്, ഇവർക്കൊന്നും കൊടുക്കണ്ടെന്ന്. എങ്ങനെയാണ് ഈ സാധുക്കൾ ജീവിക്കണമെന്ന് ഈ ചെങ്ങായി നോക്കണ്ടേ? ഈ വില്ലേജ് ഓഫീസർ ഉളുപ്പുണ്ടോ ചെങ്ങായിക്ക്? അയാളെ വീട്ടിൽ നിർത്തി കൊടുക്കണമെന്നല്ലോ. അയാൾ ഇത്രയും ദിവസമായിട്ട് ഈ സാധുക്കൾ എങ്ങനെയാണ് ജീവിക്കണമെന്ന് നോക്കണ്ടേ? രാവിലെ മുതൽ കനത്ത മഴ പെയ്ത് വില്ലേജ് ഓഫീസർ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടു, മണിക്കൂറുകൾ കഴിഞ്ഞു. നിങ്ങളെ പോലുള്ള ചാനലുകൾ മുഴുവൻ ഇവിടെ എത്തി. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഫയർഫോഴ്സ് പോലെ ഈ നാട്ടിലേക്ക് എത്തുന്നത്. സാധാരണക്കാരൻ ജീവൻ പണയം വെച്ചിട്ട് മുണ്ടക്കായി കുടന്നിക്ക് കിടന്ന ആളുകളെ മുഴുവൻ പുറത്തെത്തിക്കുക. സാധാരണക്കാരൻ മുഴുവൻ ആളുകളെ പുറത്തെത്തിച്ചിട്ടും ഇവർ ഇപ്പോഴും അങ്ങോട്ട് കടന്നു വരുന്നത്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ കാല് പിടിച്ച് ഞങ്ങൾ പറഞ്ഞതാ, ഈ സാധുക്ക് 9,000 രൂപ കൊടുക്കണമെന്ന്.
ഇവർക്ക് ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തോണ്ടാ. സാധാരണ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരാ. അവരാണ് 300 റുപ്യ ചോദിച്ചത്. അവരാണ് 300 റുപ്യ ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ഫയർഫോഴ്സിന് വണ്ടി തടഞ്ഞിട്ടെന്താ കാര്യം? ഫയർഫോഴ്സിന് നിയന്ത്രണം കൊണ്ട് ഞങ്ങൾ കൂടെ ഞങ്ങൾ